പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പ്രേതകഥാ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് ഇമെയിൽ വഴി അയച്ചു തന്ന ഒരു അനുഭവകഥയാണ്. ഇതുപോലെ നിങ്ങൾക്കും ഇമെയിൽ വഴി അനുഭവങ്ങൾ അയക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രേതകഥകൾ 2.0@gmail.com എന്ന വിലാസത്തിൽ എനിക്ക് എഴുതൂ. അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അനുഭവത്തിലേക്ക് പോയാലോ? ഈ അനുഭവം എനിക്ക് അയച്ചു തന്നത് ശ്രാവൺ എന്ന കൂട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പോകാം. സ്കൂളുകളിലെ ശനിയാഴ്ചകളിലൂടെ പണ്ടേ എനിക്ക് വല്ലാത്ത പ്രിയമാണ്. ആഴ്ചകളിലെ മറ്റ് ദിവസങ്ങളിലെ തിരക്കുകളോ പേടിയോ ഇല്ലാത്ത വല്ലാത്തൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്ന പ്രഭാതം. അന്നും പതിവ് പോലെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുഴുവൻ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. രാവിലെ തന്നെ പഴയ സൈക്കിളും എടുത്ത് ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴും മനസ്സിൽ ആ ഒരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമത്തിലെ എൻ്റെ കൂട്ടുകാരെല്ലാം ആ സമയത്ത് ട്യൂട്ടോറിയൽ ക്ലാസ്സുകളുടെ തിരക്കുകളിലായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് പുസ്തകവും പിടിച്ച് ഉറക്കം തൂങ്ങി അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇതുവരെയും ട്യൂട്ടോറിയൽ ചേരാത്ത ഒരേ ഒരുത്തൻ ഞാൻ മാത്രമായിരിക്കും. അതിൻ്റെ ചെറിയൊരു അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ സൈക്കിൾ ചവിട്ടി പോകുമ്പോഴാണ് ഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയത്. അവനും അന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല. സൈക്കിൾ നിർത്തി അവനെ കണ്ടതും ഞാൻ ചോദിച്ചു, എന്താടാ നീയൊന്നു ക്ലാസ് കട്ടാക്കിയോ? അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ ഒന്നും ആലോചിച്ചൊന്നുമില്ല. അവനെ എൻ്റെ സൈക്കിളിൻ്റെ മുന്നിലെ ബാറിലിരുത്തി ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് വെച്ച് പിടിച്ചു. രാവിലെ ആയതുകൊണ്ട് ഗ്രൗണ്ടിൽ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ആ വിജനമായ മൈതാനത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായി കുറേ നേരം പാസിട്ട് ഫുട്ബോൾ കളിച്ചു. വെയിൽ പതുക്കെ കനത്തു തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് ക്ഷീണിച്ചപ്പോൾ രണ്ടുപേരുടെയും വയറ്റിൽ വിശപ്പിൻ്റെ വിളി തുടങ്ങി. എടാ എനിക്ക് നല്ല വിശപ്പ്, ഞാൻ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവനവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അവൻ പോയതിന് ശേഷം ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ വെച്ചിരുന്ന എൻ്റെ സൈക്കിളിനടുത്തേക്ക് നടക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. നേരെ വീട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കും. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ ബുദ്ധി തോന്നിയത്. കുറച്ചപ്പുറത്തുള്ള വല്യമ്മയുടെ വീട്ടിൽ പോയാൽ ഉച്ചയ്ക്ക് ചോറും കറിയും അടിപൊളിയായി കഴിക്കാം. വല്യമ്മയാകുമ്പോൾ എന്നെ വഴക്കും പറയുകയുമില്ല. വളരെ സന്തോഷത്തോടെ ഞാൻ സൈക്കിളിൽ കയറി. വല്യമ്മയുടെ വീട്ടിലെ ചൂട് ചോറും കറിയും മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ വിശപ്പ് ഇരട്ടിച്ചു. ഗ്രൗണ്ടിൽ നിന്ന് വലിയ റോഡിലേക്ക് പോയാൽ വല്യമ്മയുടെ വീട്ടിലെത്താൻ നല്ല ചുറ്റാണ്. വെയിലത്ത് അത്രയും ദൂരം സൈക്കിൾ ചവിട്ടാൻ മടി തോന്നിയത് കൊണ്ട് പെട്ടെന്ന് എത്താനായി ആരുമധികം ഉപയോഗിക്കാത്ത ചെറിയ ഇടവഴി ഞാൻ തിരഞ്ഞെടുത്തു. ഇരുവശവും കാട് കയറി കിടക്കുന്ന അധികം വീടുകളില്ലാത്ത വിജനമായ വഴിയാണത്. വിശപ്പിൻ്റെ ആവേശത്തിൽ ഞാൻ ആ വേഗത്തിൽ സൈക്കിൾ ചവിട്ടി. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ആ കാഴ്ച എൻ്റെ കണ്ണിൽപ്പെട്ടത്. ആ വിജനമായ വഴിക്ക് നടുവിലായി രണ്ടുപേർ നിൽപ്പുണ്ട്. അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. രണ്ടും നല്ല അസലായി മദ്യപിച്ചിട്ടുണ്ട്. പൊതുവെ വഴിയിൽ ഇങ്ങനെയുള്ള മദ്യപാനികളെ കണ്ടാൽ എനിക്ക് വല്ലാത്ത പേടിയാണ്. ചിലപ്പോൾ അവർ അനാവശ്യമായി വഴക്കിന് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ച് പേടിപ്പിക്കും. അവരെ കണ്ടാൽ അവിടുന്ന് ഓടാനാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്നാരും സഹായത്തിനില്ലാത്ത ആ വിജനമായ വഴിയിലാണ് ഞാൻ അവരെ കണ്ടുമുട്ടിയത്. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അവർ എന്നെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഒട്ടും സമയം കളയാതെ ഞാൻ സൈക്കിളിൽ പെട്ടെന്ന് പിന്നിലേക്ക് തിരിച്ച് മറ്റൊരു വഴിയിലേക്ക് വിട്ടു. ആ വഴിയോട് ചേർന്ന് ചെറിയൊരു തോടുണ്ട്. 4-5 വർഷം മുമ്പ് ഒരേ ഒരു വട്ടമേ ആ വഴിയിലൂടെ പോയിട്ടുള്ളൂ. എങ്കിലും ആ വഴിയുടെ കിടപ്പ് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നു. ആളനക്കമില്ലാത്ത തീർത്ത് നിശബ്ദമായ ആ പുതിയ വഴിയിലൂടെ ഞാൻ പതിയെ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് നീങ്ങി. ഏതായാലും കുഴപ്പമില്ല, ഈ വഴി പോയാലും കുറച്ച് ചുറ്റിയാണെങ്കിലും വല്യമ്മയുടെ വീട്ടിലെത്താമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. ചുറ്റും കാറ്റിൻ്റെ മൂളൽ മാത്രം കേൾക്കുന്ന ആ വഴിയിലൂടെയുള്ള യാത്ര എനിക്ക് വല്ലാത്ത ഏകാന്തത നൽകി. നിശബ്ദമായ തോട്ട് വരമ്പത്തു കൂടിയുള്ള വഴിയിലൂടെ ഞാൻ പതിയെ സൈക്കിൾ ചവിട്ടി നീക്കി. ഇരുവശവും വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവിടെ എപ്പോഴും ഒരു സന്ധ്യാസമയത്തെ മങ്ങിയ വെളിച്ചമായിരുന്നു. വല്ലാത്തൊരു ഏകാന്തത ആ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നിരുന്നു. സൈക്കിളിലെ ചെയിൻ കറങ്ങുന്ന ശബ്ദം മാത്രമാണ് ആ നിശബ്ദതയിൽ ആകെ കേൾക്കാനുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ആ മൂകതയെ കീറി മുറിച്ചുകൊണ്ട് എവിടെ നിന്നോ ഒരു പട്ടി കുരച്ചുകൊണ്ട് ചാടിയത്. അപ്രതീക്ഷിതമായ ആ ശബ്ദം കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി വിറച്ചുപോയി.
തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കടിച്ചു കീറാൻ വരുന്ന പോലുള്ള ഭാവത്തിൽ ഒരു വലിയ തെരുവ് പെട്ടി എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു. അതിൻ്റെ കണ്ണുകളിലെ വന്യത കണ്ട് എൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ജീവൻ കയ്യിലെടുത്ത് ഞാൻ സൈക്കിൾ ശക്തമായി ചവിട്ടി. മുന്നിലെ വഴിയിലെ കുഴികളോ കല്ലുകളോ ഒന്നും ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചതേയില്ല. തൊട്ടു പിന്നിൽ ആ പട്ടിയുടെ കുരയും കാൽപ്പര്യമാറ്റവും എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഹൃദയം തൊണ്ടയിൽ വന്നിടിക്കുന്നത് പോലെ തോന്നി. ഒന്ന് വീണാൽ അതെന്നെ കടിച്ചു കീറുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ കുറച്ചു നേരം പ്രാണഭയത്തോടെ അതിവേഗത്തിൽ മുന്നോട്ട് പോയി. കിതച്ചുകൊണ്ട് ഞാൻ ഭയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഭാഗ്യത്തിന് പട്ടി പിന്നിലുണ്ടായിരുന്നില്ല. അത് എവിടെയോ വെച്ച് പിന്തിരിഞ്ഞു പോയിരുന്നു. സൈക്കിളിൻ്റെ വേഗത പതിയെ കുറച്ച് നെഞ്ചിൽ കൈവച്ച് പന്ന പട്ടി എന്ന് മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ വലിയൊരു നെടുവീർപ്പ് വിട്ടു. പക്ഷേ പേടി കൊണ്ടും ആ മരണപ്പാച്ചിൽ കൊണ്ടും തൊണ്ട വല്ലാതെ വരണ്ടിരുന്നു. കടുത്ത ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. വല്യമ്മയുടെ വീട്ടിലെത്താൻ ഇനിയും കുറേ ദൂരമുണ്ട്. അവിടം വരെ പിടിച്ചു നിൽക്കാൻ ഈ ദാഹത്തോടെ എനിക്ക് കഴിയില്ലെന്ന് തോന്നി. എങ്ങനെയെങ്കിലും കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ സൈക്കിൾ നിർത്തി ചുറ്റും നോക്കി. ആ വിജനമായ സ്ഥലത്ത് കുറച്ചകലെയായി കാട് കയറിയ ഒരു പറമ്പിൽ ഒരൊറ്റപ്പെട്ട വീട് എൻ്റെ കണ്ണിൽപ്പെട്ടു. ആ വീടിൻ്റെ പരിസരത്തൊന്നും വേറെ വീടുകളോ മനുഷ്യവാസമോ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വെള്ളം ചോദിക്കാൻ അകപ്പാടെ ആശ്രയിക്കാവുന്നത് ആ വീട് മാത്രമായിരുന്നു. ചുറ്റും വേറെ വീടുകളില്ലാതെ കാട് കയറിയ ആ പറമ്പിലെ ഒറ്റപ്പെട്ട വീട് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ പന്തികേട് തോന്നിയിരുന്നു. എങ്കിലും തൊണ്ട വരണ്ട് വെള്ളം കുടിക്കാതെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലെന്ന അവസ്ഥയായതുകൊണ്ട് ഞാൻ വേഗം സൈക്കിൾ താഴെ വെച്ചിട്ട് ആ വീട്ടിലേക്ക് നടന്നു. മുറ്റത്ത് ഉണങ്ങിയ കരിയിലകൾ നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആളനക്കമില്ലാത്ത ആ വീടിൻ്റെ അടഞ്ഞു കിടക്കുന്ന മുൻവാതിലേക്ക് ചെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു, ആൻറ്റി, ആൻറ്റി. കുറച്ചു നേരം യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ആരുമില്ല എന്ന് വിചാരിച്ച് തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ പഴയ വാതിൽ വലിയൊരു കരകര ശബ്ദത്തോടെ തുറക്കപ്പെട്ടത്. വാതിക്കൽ ഒരു അമ്മൂമ്മ വന്നു നിന്നു. ഒരു 70-80 വയസ്സെങ്കിലും തോന്നിപ്പിക്കുന്ന പ്രായം. എന്നാൽ അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ജീവനില്ലാത്തതുപോലെ വിളറിയ മുഖം, അങ്ങേയറ്റം തണുത്ത ഒരു പ്രകൃതവുമായിരുന്നു അവർക്ക്. സാധാരണ ഗ്രാമങ്ങളിലെ വീടുകളിൽ ആരെങ്കിലും വന്നാൽ ചോദിക്കുന്ന യാതൊരു വിശേഷങ്ങളും അവർ ചോദിച്ചില്ല. മാത്രമല്ല അവരുടെ വലിയ കണ്ണുകൾ കൊണ്ട് എന്നെ വല്ലാതെ തുറിച്ചു നോക്കിക്കൊണ്ട് പരിക്ക ശബ്ദത്തിൽ ചോദിച്ചു, എന്താ? കണ്ണെടുക്കാതെയുള്ള ആ തുറിച്ചുനോട്ടം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും ഭയം തോന്നി. ഞാൻ വല്ലാതെ പരുകിക്കൊണ്ട് ചോദിച്ചു, അത് എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? അവർ മറുപടിയൊന്നും പറയാതെ വന്നതുപോലെ തന്നെ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അകത്തേക്ക് നടന്നുപോയി. കുറച്ചു നേരം ആ തിണ്ണയിൽ കാത്തിരുന്നു. വീടിനുള്ളിൽ നിന്നും പാത്രങ്ങളുടെയോ ആളുകളുടെയോ യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ശ്മശാന മുഖത. ഒടുവിൽ അവർ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു. എൻ്റെ നേരെ ആ ഗ്ലാസ് നീട്ടുമ്പോഴും അവരുടെ തണുത്ത കണ്ണുകൾ എൻ്റെ മുഖത്തു നിന്നും മാറിയിരുന്നില്ല. ദാഹം കൂടുതലായതുകൊണ്ട് ഞാൻ വെള്ളം വാങ്ങി ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു. തിരിച്ച് ഗ്ലാസ് അവരുടെ കയ്യിൽ കൊടുത്ത് താങ്ക്സ് അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ടും ആ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരല്പം പോലും ചിരിക്കുകയോ മുളുകയോ ചെയ്യാത്ത ഒരു മരവിച്ച ഭാവത്തോടെ അവർ എന്നെ തന്നെ നോക്കി നിന്നു. ഒറ്റപ്പെട്ട ആ വീട്ടിൽ നിന്നും അതിവേഗം സൈക്കിൾ ചവിട്ടി വല്യമ്മയുടെ മുറ്റത്തെത്തിയപ്പോഴാണ് ശരിക്കും എൻ്റെ ശ്വാസം നേരെ വീണത്. അവിടെ എത്തിയപ്പോഴേ സൈക്കിൾ മുറ്റത്തേക്ക് ഇട്ടിട്ട് ഞാൻ വേഗം അകത്തേക്ക് കയറി. എന്നെ കണ്ടതും വല്യമ്മ സ്നേഹത്തോടെ ചോറ് വിളമ്പാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ ഉള്ളിലെ ഭയമൊക്കെ മാറി. നടന്ന സംഭവങ്ങളോർത്ത് വല്ലാത്തൊരു ആവേശവും വന്നിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാൻ ആവേശത്തോടെ കാര്യങ്ങളെല്ലാം വല്യമ്മയോട് പറഞ്ഞു തുടങ്ങി. മദ്യപാനികളെ കണ്ട് വഴിമാറിപ്പോയതും വലിയൊരു പട്ടി ഓടിച്ചതും ഒടുവിൽ ദാഹിച്ചു വലഞ്ഞ് ഒറ്റപ്പെട്ട വീട്ടിൽ കയറി തണുത്ത പ്രകൃതമുള്ള ആ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും വെള്ളം കുടിച്ചതുമെല്ലാം ഒട്ടും വിടാതെ ഞാൻ വിവരിച്ചു. എന്നാൽ കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞ് വല്യമ്മയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. വല്യമ്മയുടെ കണ്ണുകളിലെ ആ ഞെട്ടൽ കണ്ട് എനിക്ക് ശരിക്കും കാര്യം മനസ്സിലായില്ല. അന്തം വിട്ടുകൊണ്ട് വല്യമ്മ എന്നോട് ചോദിച്ചു, അതേത് വീട്? നീ ഏതാടാ ഈ പറയുന്നേ? ആ തോടിനടുത്തൊന്നും അങ്ങനെ ഒരു വീടേ ഇല്ലല്ലോ. അതങ്ങനെ ഇല്ലാതിരിക്കുക. ഞാൻ കുറച്ചു മുമ്പ് ആ വീട്ടിൽ കയറി ആ വല്യമ്മയുടെ കയ്യിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാ. വല്യമ്മ പറയുന്നത് വിശ്വസിക്കാനാവാതെ ഞാൻ തർക്കിച്ചു. അത് കേട്ടതും വല്യമ്മ ഭയത്തോടെ എൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് എന്നെ തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു വീടില്ല മോനെ. ഒരു 6-7 വർഷം മുമ്പ് അവിടെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ഒരു വൃത്തിയായ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്.
നീ പറഞ്ഞതുപോലെ 80 വയസ്സ് കാണും അവർക്ക്. പക്ഷേ ആ കൊല്ലമുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും ആ പഴയ വീട് തകർന്ന് ആ പാവത്തിൻ്റെ മേലേക്ക് വീണു. അവർ അപ്പോൾ തന്നെ മരിച്ചും പോയിരുന്നു. ഇടിഞ്ഞുപൊളിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ചതഞ്ഞരിഞ്ഞ അവരുടെ മൃതദേഹം പുറത്തെടുക്കാൻ നാട്ടുകാർ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതാ. വല്യമ്മയുടെ ആ വാക്കുകൾ പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ സിരകളിലെ ചോര ഐസ് പോലെ ഉറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വെള്ളം ചോദിച്ചു വാങ്ങി കുടിച്ചത് അവരുടെ കയ്യിൽ നിന്നായിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ പറഞ്ഞുപോയി. വല്യമ്മയുടെ വാക്കുകൾ പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ സിരകളിലെ ചോര ഐസ് പോലെ ഉറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. കേട്ടത് വിശ്വസിക്കാനാകാതെ ഞാൻ തറഞ്ഞുപോയി. അന്തരീക്ഷമാകെ വല്ലാത്തൊരു ശ്മശാന മൂകത പരന്നു. അല്പനേരത്തേക്ക് എനിക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ ഞാനാ കണ്ടത്. എൻ്റെ ശബ്ദം ഭയം കൊണ്ട് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൊണ്ടയിലെ വെള്ളം അപ്പാടെ വറ്റിപ്പോയി. എൻ്റെ അവസ്ഥ കണ്ട് വല്യമ്മ എൻ്റെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട മോനെ, നീ എന്തായാലും വൈകുന്നേരം എൻ്റെ കൂടെ അമ്പലം വരെ ഒന്ന് വരണം. അവിടെ പോയി തൊഴുതാൽ ഈ പേടിയൊക്കെ മാറും. എൻ്റെ ഉള്ളിൽ മരണഭയം ഉണ്ടായിരുന്നിട്ടും പകൽ വെളിച്ചത്തിൽ തിരികെ പോയി അവിടെ എന്താണുള്ളതെന്ന് നോക്കാൻ മനസ്സിൽ ചെറിയൊരു കൗതുകം തോന്നി. പക്ഷേ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വാതുക്കൽ നിന്ന് ആ മരവിച്ച മുഖവും ആ അമ്മൂമ്മയുടെ തണുത്ത തുറച്ചു നോട്ടവും മനസ്സിലേക്ക് വന്നപ്പോൾ ആ ചിന്ത ഞാൻ പാടെ ഉപേക്ഷിച്ചു. വല്യമ്മ പിന്നീട് പലരോടും ആ വഴിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും അവിടെ അങ്ങനൊരു വീട് ഇപ്പോഴില്ല എന്ന് തന്നെയാണ് എല്ലാവരും തറപ്പിച്ച് പറഞ്ഞത്. ആ ഭയാനകമായ സംഭവത്തിന് ശേഷം ഞാൻ ഒരിക്കലും ആ വഴിയിലൂടെ പോയിട്ടില്ല. പക്ഷേ 2-3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പരന്ന ഒരു വാർത്ത കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി വിറച്ചുപോയി. വല്യമ്മയുടെ വീടിനടുത്തുള്ള ഒരാൾ രാത്രി ആ വഴി വന്നപ്പോൾ അവിടെ വെച്ച് ഭയങ്കരമായ എന്തോ ഒരു കാഴ്ച കണ്ട് ബോധം കെട്ട് വീണെന്നും പേടിച്ച് വിറങ്ങലിച്ച അയാളെ ദിവസങ്ങളോളം ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നെന്നുമാണ് ആ വാർത്ത. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ വിജനമായ പറമ്പും ഇടിഞ്ഞു പൊളിഞ്ഞ വീടുമായിരുന്നു. ഇന്നും എൻ്റെ ഉള്ളിൽ ആ വല്യമ്മയുടെ തണുത്ത കണ്ണുകളും അവരെനിക്ക് നൽകിയ ആ ഗ്ലാസ് വെള്ളവും ഉത്തരം കിട്ടാത്തൊരു ചോദ്യചിഹ്നമായി ബാക്കി നിൽപ്പുണ്ടായിരുന്നു. അന്ന് ആ വിജനമായ വഴിയിൽ വെച്ച് ഞാൻ കുടിച്ചത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? സമയം രാത്രി 12 മണിയോട് അടുക്കുന്നു. ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് വീണുപോയ സമയം. പുറത്ത് കനത്ത ഇരുട്ടും എല്ല് തുളച്ചു കയറുന്ന മരവിപ്പും തണുപ്പും മാത്രം. ചുറ്റുമുള്ള ആ ശ്മശാന മൂകതയെ കീറി മുറിച്ചുകൊണ്ട് മനോജ് തൻ്റെ പഴയ വിശ്വസ്തനായ ഹോണ്ട യൂണിക്കോൺ ബൈക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ്റെ ആ പഴയ സുപരിചിതമായ ഗർജനം ആ രാത്രിയുടെ നിശബ്ദതയിൽ അസാധാരണമാംവിധം ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു. വീട്ടുകാർ അറിയാതെ ഈ പാതിരാത്രിയിൽ സുലേഖയെ കാണാൻ പുറപ്പെടുന്നത് കടുത്ത റിസ്ക്കാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. പിടിക്കപ്പെട്ടാൽ വലിയ പ്രശ്നമാകും. എങ്കിലും അവളോടുള്ള അടങ്ങാത്ത പ്രണയം അവനിലെ ഭയത്തെ കീഴടക്കിയിരുന്നു. മെയിൻ റോഡിലെ മങ്ങിയ വെളിച്ചങ്ങളെല്ലാം പിന്നിട്ട് ബൈക്ക് സുലേഖയുടെ വീടിനടുത്തേക്കുള്ള ആ പഴയ കാട്ടുപാതയിലേക്ക് തിരിഞ്ഞു. ഇരുവശവും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ റബ്ബർ മരങ്ങളും കാടും നിറഞ്ഞ വിജനമായ വഴി. പകൽ പോലും ആളുകൾ ഒറ്റയ്ക്ക് പോകാൻ മടിക്കുന്ന ആ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. മുകളിൽ റബ്ബർ ഇലകളുടെ വിടവിൽ നിലാവെളിച്ചത്തിന് പോലും താഴേക്ക് വരാൻ കഴിയാത്ത വിധം കനത്ത ഇരുട്ട്. യൂണിക്കോണിൻ്റെ മഞ്ഞ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമാണ് ആ അന്ധകാരത്തെ ചെറുക്കാൻ അവന് കൂട്ടായി ഉണ്ടായിരുന്നത്. കാറ്റിൽ റബ്ബർ മരങ്ങൾ ഉരയുന്ന ശബ്ദം ഒരു വിലാപം പോലെ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ദൂരെ വഴിയരികിലായി ഒരാൾ നിൽക്കുന്നത് മനോജ് കണ്ടു. വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം. ഈ പാതിരാത്രിയിൽ, അതും ഈ വിജനമായ കാട്ടുപാതയിൽ ആരാണ്? മനോജിൻ്റെ നെഞ്ചിടിപ്പ് പതിയെ കൂടിത്തുടങ്ങി. അവൻ്റെ കൈകളറിയാതെ ബ്രേക്കിലേക്ക് നീണ്ടു. വണ്ടിയുടെ വേഗത കുറച്ചു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ആ രൂപത്തിൻ്റെ മുഖത്തേക്ക് പതിഞ്ഞതും മനോജ് ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, സുലേഖ. സുലേഖ, നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ? അവൻ അമ്പരപ്പോടെ ബൈക്ക് നിർത്തി ചോദിച്ചു. പക്ഷെ അവൾ ഒന്നും സംസാരിച്ചില്ല. അവളുടെ മുഖത്ത് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. ജീവനില്ലാത്തൊരു ശില്പം പോലെ അവൾ നിന്നു. അല്പം നേരത്തെ മൗനത്തിന് ശേഷം യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവൾ മനോജിൻ്റെ യൂണിക്കോണിന് പിന്നിൽ കയറിയിരുന്നു. അവൾ അടുത്തെത്തിയപ്പോൾ മനോജിൻ്റെ ശരീരത്തിലൂടെ ഒരു കൊടും തണുപ്പ് അരിച്ചു കയറി. അവളുടെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം അതുവരെ ആ കാട്ടിൽ ഇല്ലാതിരുന്ന വല്ലാത്തൊരു കാട്ടുപൂവിൻ്റെ ഗന്ധം അവളിൽ നിന്നും വമിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പിന്നിലിരിക്കുന്നത് ശരിക്കും സുലേഖ തന്നെയാണോ? മനോജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അജ്ഞാതമായ ഭയങ്ങൾ ജനിച്ചു തുടങ്ങിയിരുന്നു. സുലേഖ, എന്തു പറ്റി?
നീ എന്താ ഒന്നും മിണ്ടാത്തത്? ബൈക്ക് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ മനോജ് വീണ്ടും ചോദിച്ചു. പക്ഷെ അപ്പോഴും പിന്നിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അവൾ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവളുടെ ഒരു കൈ മനോജിൻ്റെ തോളിൽ വെച്ചു. ആ കൈകളുടെ അസാധാരണമായ കൊടുന്തടുപ്പ് അവൻ്റെ വസ്ത്രം തുളച്ച് ഉള്ളിലേക്ക് അരിച്ചു കയറി. ഒരു ജീവനുള്ള ശരീരത്തിന് ഒരിക്കലും അത്രയും തണുപ്പുണ്ടാവുകയില്ല. മനോജിൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. എങ്കിലും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവന് വണ്ടിയുടെ പിന്നിൽ അസാധാരണമായൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. ഒന്നിലധികം ആളുകൾ ഇരിക്കുന്നത് പോലെ യൂണിക്കോണിൻ്റെ ചെയിൻ വല്ലാതെ കിലുങ്ങുന്നുണ്ടായിരുന്നു. വലിയൊരു കയറ്റം കയറുന്നത് പോലെ എഞ്ചിൻ്റെ ഭാരം താങ്ങാനാവാതെ അമറി വിളിച്ചു. പിന്നിലിരിക്കുന്നത് എന്താണെന്ന് അറിയാനായി അവൻ ബൈക്കിൻ്റെ റിയർവ്യൂ മിററിലൂടെ പാളി നോക്കി. പക്ഷേ കൊടും മഞ്ഞിൽ തന്നെപ്പോലെ ആ മിററുകൾ രണ്ടും വെളുത്ത പുകമൂടി പൂർണ്ണമായും മങ്ങിക്കിടക്കുകയായിരുന്നു. തൻ്റെ പിന്നിലിരിക്കുന്നത് സുലേഖ തന്നെയല്ലേ എന്ന് സംശയം അവന് ശക്തമായി. അവൻ വണ്ടിയുടെ വേഗത പതുക്കെ കുറച്ചു. പെട്ടെന്നാണ് ആ ശ്മശാന മുഖതയെ കീറി മുറിച്ചുകൊണ്ട് മനോജിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിച്ചത്. വണ്ടി പൂർണ്ണമായും ഒതുക്കി നിർത്തി അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ്റെ സിരകളിലെ ചോര അപ്പാടെ വറ്റിപ്പോയി. സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന പേര് ഇതായിരുന്നു: സുലേഖ കോളിംഗ്. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഭയത്തോടെ വിറയ്ക്കുന്ന വിരടുകളോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്ന് സുലേഖയുടെ കരച്ചിൽ ശബ്ദം ഉയർന്നു കേട്ടു. മനോജേ, നീ എവിടാ? ഞാൻ നിന്നെയും കാത്ത് വീടിന് ഉമ്മറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. അമ്മ ഉണരുന്നതിന് മുമ്പ് വേഗം വാ. ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കെ മനോജ് ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് തറച്ചുപോയി. അവൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു പോയതുപോലെ തോന്നി. സുലേഖ തന്നെ കാത്ത് ഇപ്പോൾ അവളുടെ വീട്ടിന് ഉമ്മറത്തുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ തൻ്റെ യൂണിക്കോണിൻ്റെ പിന്നിലിരുന്ന് ഈ നിമിഷം വരെ എൻ്റെ തോളിൽ ഐസ് പോലുള്ള കൈകൾ വെച്ചിരിക്കുന്നത് ആരാണ്? മരണം തൊട്ടു പിന്നിൽ ഇരുന്ന് തനിക്കായി ചിരിക്കുകയാണെന്ന് അവന് ഉറപ്പായി. ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ മരവിച്ച കഴുത്ത് പതുക്കെ തിരിച്ച് മനോജ് പിന്നിലേക്ക് നോക്കി. അവൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. തൻ്റെ പിന്നിലിരിക്കുന്നത് സുലേഖയല്ല. സുലേഖയുടെ വസ്ത്രം ധരിച്ച ആ രൂപം അവനെ നോക്കി ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ കനൽ പോലെ ചുവന്നിരുന്നു. വികൃതമായ വായ്ക്കോണിലൂടെ കറുത്ത ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കാടിനെ മുഴുവൻ നടുക്കിക്കൊണ്ട് ആ രൂപം സംസാരിച്ചു. അതൊരു സ്ത്രീയുടേതായിരുന്നില്ല, മറിച്ച് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു വലിയ പുരുഷ ശബ്ദമായിരുന്നു. എന്നെ സുലേഖയുടെ അടുത്ത് എത്തിക്കുമോ മനോജെ? മരണഭയത്താൽ വിറച്ച മനോജ് ഒട്ടും സമയം കളയാതെ ബൈക്കിൻ്റെ ആക്സിലേറ്റർ പരമാവധി തിരിച്ചു. യൂണിക്കോൺ ഒറ്റക്കുതിപ്പിന് മുന്നോട്ട് പാഞ്ഞെങ്കിലും പിന്നിലിരിക്കുന്ന ആ രൂപം തൻ്റെ ഐസ് പോലുള്ള കൈകൾ കൊണ്ട് മനോജിൻ്റെ കഴുത്തിൽ ശക്തമായി മുറുക്കെ പിടിച്ചിരുന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ മനോജ് നിയന്ത്രണം വിട്ട് വണ്ടിയോടെ ആ കാട്ടുപാതയിലെ മണ്ണിലേക്ക് തെറിച്ചു വീണു. ഇരുമ്പ് ഫൈബർ പുരയുന്ന ആ വലിയ ശബ്ദം കാട്ടുവഴിയിൽ ഭീകരമായി മുഴങ്ങിക്കേട്ടു. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് തകർന്ന് വെളിച്ചം വട്ടത്തിൽ കറങ്ങി വലിയൊരു റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വീണു. ആ മങ്ങിയ വെളിച്ചത്തിൽ മനോജ് ശ്വാസമെടുക്കാൻ പിടഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിന് മുകളിലേക്ക് ആ രൂപം ഇഴഞ്ഞു കയറുകയായിരുന്നു. നിമിഷങ്ങൾക്കും ആ രൂപത്തിൻ്റെ സുലേഖയുടെ മുഖം മാറി വന്നു. കരിഞ്ഞുണങ്ങിയ തൊലി അടർന്നു മാറിയ ചോര കണ്ണുകളുള്ള ഒരു ഭീകര രൂപമായി അത് മാറി. അതിൻ്റെ നീണ്ട മൂർച്ചയുള്ള നഖങ്ങൾ മനോജിൻ്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. വായുവിനായി മനോജ് കൈകാലിട്ടടിച്ചു. മനോജെ! ഫോണിൻ്റെ സ്പീക്കറിലൂടെ അപ്പോഴും സുലേഖയുടെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഫോൺ കുറച്ചകലെ മണ്ണിൽ വീണ് കിടക്കുകയായിരുന്നു. മരണം ഉറപ്പിച്ച ആ നിമിഷത്തിലാണ് ആ അത്ഭുതം സംഭവിച്ചത്. നിലത്ത് വീണ ഹോണ്ട യൂണിക്കോണിൻ്റെ എൻജിൻ ഓഫായിരുന്നില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ അതിൻ്റെ ആക്സിലേറ്റർ വയർ എവിടെയോ കുടുങ്ങി. എൻജിൻ പരമാവധി RPMൽ ഭ്രാന്തമായി ഗർജിക്കാൻ തുടങ്ങി. ആ വിജനമായ കാട്ടിൽ യൂണിക്കോണിൻ്റെ അലർച്ച വലിയൊരു വന്യമൃഗത്തിൻ്റെ പ്രതിധ്വനിയായി മാറി. ചെവി തുളയ്ക്കുന്ന ആ ശബ്ദം കേട്ടതും മനോജിൻ്റെ കഴുത്തിലെ പിടി അല്പമയഞ്ഞു. ആ രൂപം ഭയത്തോടെ ബൈക്കിന് നേരെ നോക്കി. ബൈക്കിൻ്റെ എൻജിൻ സൗണ്ട് ഒരു അമാനുഷിക ശക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ലഭിച്ച ആ ചെറിയ സമയം കൊണ്ട് മനോജ് സർവ്വശക്തി സംഭരിച്ച് ആ രൂപത്തെ നെഞ്ചിൽ നിന്നും വെളിയിലേക്ക് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. ഒപ്പം നിലത്ത് കിടക്കുന്ന ഫോണും എടുത്ത് ബൈക്കിൻ്റെ അടുത്തേക്ക് ഒരൊറ്റ ചാട്ടം. അവൻ വേഗം യൂണിക്കോൺ നേരെയാക്കി. ഫസ്റ്റ് ഗിയറിലിട്ട് ആക്സിലേറ്റർ മുഴുവനായും തിരിച്ചു. പിന്നിൽ നിന്നും ആ രൂപം ഭയങ്കരമായി അലറിക്കൊണ്ട് മനോജിൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു. യൂണിക്കോൺ ഇരുട്ടിലേക്ക് കുതിച്ചു. പിന്നിൽ ആ രൂപത്തിൻ്റെ നഖങ്ങൾ തൻ്റെ ഷർട്ടിൽ ഉരസുന്നതായി അവൻ അറിഞ്ഞു. എങ്കിലും അവൻ വണ്ടി നിർത്തിയില്ല. വഴിയിലെ കല്ലും കുഴിയും ഇരുട്ടും ഒന്നും നോക്കാതെ ജീവൻ തിരിച്ചു കിട്ടാൻ അവൻ തൻ്റെ വണ്ടിയെ പരമാവധി വേഗത്തിൽ പായിച്ചു.
ഒടുവിൽ ആ കാട്ടുപാത കഴിഞ്ഞ് സുലേഖയുടെ വീടിൻ്റെ മെയിൻ റോഡിലേക്ക് വണ്ടി കയറിയപ്പോൾ പിന്നിലെ ആ ഭീകര ശബ്ദം പതുക്കെ ഇല്ലാതെയായി. സുലേഖയുടെ വീടിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ മനോജ് വിയർത്ത് കുളിച്ചിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടതിൻ്റെ പേടി കാരണം അവൻ്റെ കൈകാലുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് ഓഫാക്കി അവൻ ഭയത്തോടെ കാട്ടുപാതയിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. വല്ലാത്തൊരു ശൂന്യത മാത്രം. പെട്ടെന്ന് വീടിൻ്റെ ഗേറ്റ് തുറന്ന് സുലേഖ ഓടി വന്നു. മനോജെ, എന്തു പറ്റി? നിന്റെ ഫോൺ പെട്ടെന്ന് കട്ടായല്ലോ. നിന്റെ കഴുത്തിലെന്താ? ഇതെന്താ ചോര? ഒന്നും മിണ്ടാതെ മനോജ് വേഗം സുലേഖയെ കൂട്ടി വീടിനുള്ളിലേക്ക് കയറി കതകടച്ച് കുറ്റിയിട്ടു. അവൻ ഹാളിലെ സോഫയിലേക്ക് തളർന്നിരുന്നു. അവൻ്റെ കഴുത്തിലെ നഖപ്പാടിൽ നിന്നും അപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. സുലേഖ പേടിയോടെ അടുക്കളയിൽ പോയി അവന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു. മനോജെ, ആരാ നിന്നെ ഇങ്ങനെ ചെയ്തത്? സുലേഖ കരച്ചിൻ്റെ വക്കോളം എത്തിയിരുന്നു. മനോജ് പതുക്കെ ശ്വാസം വിട്ടു. സുലേഖ, നിന്റെ വീടിന് താഴെയുള്ള ആ റബ്ബർ തോട്ടത്തിൻ്റെ വഴിയിൽ ഞാൻ നിന്റെ രൂപത്തിൽ ഒരാളെ കണ്ടു. വണ്ടി കയറി ഇരുന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കി. കരിഞ്ഞുണങ്ങിയ ഒരു ഭീകര രൂപം. പക്ഷെ സംസാരിച്ചത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു പുരുഷൻ്റെ ശബ്ദത്തിലായിരുന്നു. എന്നെ സുലേഖയുടെ അടുത്ത് എത്തിക്കുമോ എന്നാണ് അവൻ ചോദിച്ചത്. അത് കേട്ടത് സുലേഖയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴേക്ക് വീണ് തകർന്നു. അവളുടെ മുഖത്തെ ചോരയത്രയും ഒറ്റയടിക്ക് വറ്റിപ്പോയി. പുരുഷ ശബ്ദമോ? സുലേഖയുടെ ശബ്ദം വിറച്ചു. അത് രാഹുലായിരിക്കും മനോജെ. 2 വർഷം മുമ്പ് ഒരു കാർ അപകടത്തിൽ മരിച്ച രാഹുൽ. അവന് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അവനെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും അവൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ എൻ്റേത് മാത്രമായിരിക്കുമെന്ന്. അത് കേട്ടതും മനോജിൻ്റെ നെഞ്ചിടിപ്പ് ഇരട്ടിയായി. അങ്ങനെയെങ്കിൽ ആ കാർ അപകടത്തിൽ മരിച്ച രാഹുലിൻ്റെ ആത്മാവാണ് സുലേഖയെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. പെട്ടെന്ന് വീടിൻ്റെ ജനാലകളും കതകളുകളും അതിശക്തമായി കാറ്റിൽ ആഞ്ഞടിച്ചു തുടങ്ങി. പുറത്ത് നിർത്തിയിട്ടിരുന്ന ഹോണ്ട യൂണിക്കോണിൻ്റെ എൻജിൻ ആരോ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഭീകരമായി ഗർജിക്കാൻ തുടങ്ങി. ആ ശബ്ദം വീടിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ മുഴങ്ങി. അതിനോടൊപ്പം വീടിൻ്റെ മെയിൻ വാതിൽ അതിശക്തമായ ഒരു ഇടി വീണു. പുറത്തുനിന്ന് കാറ്റിൻ്റെ വിറപ്പിക്കുന്ന ഭീകരമായ ശബ്ദം മുഴങ്ങിക്കേട്ടു. സുലേഖ, ഞാൻ വന്നു. നിൻ്റെ കല്യാണച്ചക്കൻ വന്നു. ഇവനെ കൊന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. കതകിൻ്റെ വിടവിലൂടെ കനൽ പോലുള്ള 2 ചുവന്ന കണ്ണുകൾ ഉള്ളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ജലച്ചില്ലുകൾ ഒന്നിനു പുറകെ ഒന്നായി വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഈ വലിയ ബഹളം കേട്ട സുലേഖയുടെ അച്ഛനും അനിയനും മുകളിൽ നിന്നും താഴേക്ക് ഓടി വന്നു. പാതിരാത്രിയിൽ മനോജ് വിയർത്ത് കുടിച്ച് നിൽക്കുന്നത് കണ്ടതും അച്ഛൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മനോജോ, നീ എന്തിനാ ഈ പാതിരാത്രിയിൽ ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്? എന്താ ഈ കേൾക്കുന്ന ശബ്ദം? അച്ഛൻ അലറി. പെട്ടെന്ന് വാതിലിനിടയിലൂടെ അരിച്ചെത്തിയ ഒരു കറുത്ത പുക അച്ഛൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അച്ഛൻ പെട്ടെന്ന് ഐസ് പോലെ തണുത്തു പറച്ച് താഴേക്ക് വീഴാൻ പോയതും മനോജ് കണ്ടു. അവിടെ നിന്നാൽ സുലേഖയും കുടുംബവും അപകടത്തിലാകുമെന്നും എല്ലാവരെയും രാഹുൽ കൊല്ലുമെന്നും അവന് മനസ്സിലായി. അവനൊരൊറ്റ തീരുമാനമെടുത്തു. രാഹുലിൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് മാറ്റണം. അങ്കിളെ, സുലേഖയും കൂട്ടി വേഗം അകത്തേക്ക് പോകൂ. മനോജ് അലറിക്കൊണ്ട് മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. മുറ്റത്ത് ഗർജിച്ചുകൊണ്ടിരുന്ന ബൈക്കിനരികിലേക്ക് അവൻ ചാടിക്കേറി. എൻജിൻ ഗിയറിലിട്ട് ആത്മാവിനെ തന്നിലേക്ക് ആകർഷിക്കാൻ അവൻ തുടർച്ചയായി ഹോൺ മുഴക്കി ആ ഇരുണ്ട കാട്ടിലേക്ക് തന്നെ തൻ്റെ യൂണിക്കോൺ പായിച്ചു. മരണം കാത്തിരിക്കുന്ന ആ ഇരുട്ടിലേക്ക് അവൻ വീണ്ടും ഇറങ്ങി ചെല്ലുകയായിരുന്നു. മനോജ് ബൈക്ക് കാട്ടിലേക്ക് പായിച്ചതോടെ രാഹുലിൻ്റെ ആത്മാവ് കടുത്ത പുകച്ചുരുൾ പോലെ അവൻ്റെ പിന്നാലെ പാഞ്ഞു. ഒരു വന്യമൃഗത്തെ പോലെ അത് കാറ്റിനെ കീറി മുറിച്ചുകൊണ്ട് യൂണിക്കോണിനൊപ്പം എത്തി. മരണത്തെ തൊട്ടു പിന്നിൽ നിർത്തിക്കൊണ്ട് അവൻ ഇരുട്ടിലൂടെ വണ്ടി പറപ്പിച്ചു. പെട്ടെന്ന് പഴയ വളവിൽ വെച്ച് എതിർദിശയിൽ നിന്നും വലിയൊരു ലോറിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മനോജിൻ്റെ കണ്ണുകളിലേക്ക് അതിശക്തമായി അടിച്ചു. അവൻ്റെ ശ്വാസം നിലച്ചുപോയി. കാരണം അത് 2 വർഷം മുമ്പ് രാഹുലിന് കാറപകടം സംഭവിച്ചു മരിച്ച അതേ വളവായിരുന്നു. മനോജ് തൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിൽ ശക്തമായി വലിച്ചു പിടിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട യൂണിക്കോൺ റോഡിൽ നിന്ന് തെന്നിമാറി വലിയൊരു ശബ്ദത്തോടെ മണ്ണിലേക്ക് മറിഞ്ഞു. മനോജ് ബൈക്കിൽ നിന്നും ദൂരെ തെറിച്ചു വീണു. ശരീരമാകെ ഉരഞ്ഞു പൊട്ടി വേദനയോടെ അവൻ തലയുയർത്തി നോക്കിയപ്പോൾ ആ ലോറി അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. അത് തന്നെ കൊലപ്പെടുത്താനായി രാഹുൽ ഉണ്ടാക്കിയ വെറുമൊരു മായക്കാഴ്ച മാത്രമായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അടുത്ത നിമിഷം രാഹുലിൻ്റെ ആത്മാവ് മനോജിൻ്റെ അരികിലെത്തി. അവൻ്റെ കഴുത്തിൽ വീണ്ടും മുറുക്ക പിടിച്ചു. ശ്വാസം കിട്ടാതെ മനോജ് മണ്ണിൽ കിടന്ന് പിടഞ്ഞു. അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മരണോപ്രാണത്തിൽ അവൻ്റെ കൈകൾ
അരികിൽ മറിഞ്ഞു കിടക്കുന്ന യൂണിക്കോണിൻ്റെ ബോഡിയിൽ തട്ടി പരതുകയായിരുന്നു. ആ സമയത്താണ് മനോജിൻ്റെ കണ്ണുകൾ ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറിലേക്ക് പാളി വീണത്. അവിടെ അവൻ സുലേഖയോടൊപ്പം ഒരുമിച്ച് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയ കൃഷ്ണൻ്റെ ഒരു ചെറിയ രൂപവും ഒരു പുണ്യ നൂലും കെട്ടിയിരുന്നു. തൻ്റെ അവസാന നിമിഷമാണെന്ന് ഉറപ്പിച്ച് മനോജ് സർവ്വശക്തിയും സംഭരിച്ച് ആ പുണ്യനൂൽ ബൈക്കിൽ നിന്നും വലിച്ച് പൊട്ടിച്ചെടുത്തു. രാഹുലിൻ്റെ ആത്മാവ് അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആഞ്ഞ അതേ നിമിഷം മനോജ് ആ നൂൽ രാഹുലിന് നേർക്ക് നീട്ടി ജീവരക്ഷാർത്ഥം ഉറക്കെ നിലവിളിച്ചു. ആ പുണ്യനൂൽ ആത്മാവിന് മേൽ തട്ടിയതും സൂര്യൻ ഉദിച്ചതുപോലെ വലിയൊരു പ്രകാശം അവിടെ പരന്നു. കാതടപ്പിക്കുന്ന ഒരു സ്ഫോടന ശബ്ദത്തോടെ രാഹുലിൻ്റെ ആത്മാവ് അതിഭയാനകമായി അലറിക്കരഞ്ഞു. അഗ്നിക്കിരയായതുപോലെ ആ കറുത്ത രൂപം പതുക്കെ വായുവിലേക്ക് ഉരുകിത്തീർന്നു. സുലേഖയെ സ്വന്തമാക്കാൻ വന്ന രാഹുലിൻ്റെ ആത്മാവ് ആ കാട്ടുപാതയിൽ എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. രാഹുലിൻ്റെ ആത്മാവ് വായുവിൽ ഉരുകിത്തീർന്നതോടെ ആ കാട്ടുപാതയിൽ വീണ്ടും നിശബ്ദത പടർന്നു. മനോജ് പതിയെ നിലത്തു നിന്നും എഴുന്നേറ്റു. ശരീരമാകെ വേദനിക്കുന്നുണ്ടെങ്കിലും ആത്മാവിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവൻ മറിഞ്ഞു കിടക്കുന്ന യൂണിക്കോൺ നേരെയാക്കി വണ്ടി കിക്ക് ചെയ്തപ്പോൾ ഒറ്റ സ്റ്റാർട്ടിൽ തന്നെ എൻജിൻ വീണ്ടും സുപരിചിതമായ ശബ്ദത്തോടെ ഗർജിച്ചു. അവൻ വണ്ടിയെടുത്ത് നേരെ സുലേഖയുടെ വീടിന് മുന്നിലെത്തി. ഗേറ്റ് തുറന്ന് ഓടി വന്ന സുലേഖ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മനോജ് സുലേഖയെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. ഇനി തങ്ങളെ തടയാൻ ഈ ലോകത്തോ പരലോകത്തോ ആരുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, സുലേഖ, രാത്രി ആ കാട്ടിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിൻ്റെ ശബ്ദവും രാഹുലിൻ്റെ അലർച്ചയും നാട്ടുകാരെല്ലാം കേട്ട് കാണില്ലേ? എന്നിട്ടും ആരും അങ്ങോട്ട് വന്നില്ലല്ലോ. അത് കേട്ടത് സുലേഖയും അവളുടെ അച്ഛനും അമ്പരപ്പോടെ പരസ്പരം നോക്കി. എന്ത് ശബ്ദം? നീ എന്തൊക്കെയായി പറയുന്നു മനോജെ? സുലേഖ അത്ഭുതത്തോടെ ചോദിച്ചു. ഇന്നലെ രാത്രി നീ വണ്ടിയും എടുത്ത് കാട്ടിലേക്ക് പോയതിനു ശേഷം ഈ നാട് മുഴുവൻ കടുത്ത നിശബ്ദതയായിരുന്നു. നീ പറഞ്ഞ രാഹുലിൻ്റെ ശബ്ദമോ ആ വണ്ടി പറഞ്ഞ ശബ്ദമോ ഒന്നും ഞങ്ങൾ ആരും കേട്ടതേയില്ല. അരികിൽ നിന്ന് അച്ഛനും അത് ശരിവെച്ചു. അതേ മനോജെ, ഞങ്ങളും നിന്റെ പുറകെ വരാൻ നോക്കിയതാണ്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്തൊരു ശാന്തതയായിരുന്നു അവിടെ. ഒരു കാറ്റ് പോലും വീശുന്നുണ്ടായിരുന്നില്ല. അത് കേട്ടതും മനോജിൻ്റെ ശരീരത്തിലൂടെ വീണ്ടും ഒരു തരിപ്പ് അരിച്ചു കയറി. അങ്ങനെയെങ്കിൽ ആ കാട്ടിൽ നടന്ന ഭീകരമായ പോരാട്ടവും രാഹുലിൻ്റെ ആത്മാവിൻ്റെ ആ അലർച്ചയും യൂണിക്കോൺ ബൈക്കിൻ്റെ ഭ്രാന്തമായ ഗർജനവുമൊന്നും ഈ ഭൗതിക ലോകത്ത് ആരും കേട്ടിരുന്നില്ല. ആ കാട്ടുപാതയിൽ രാഹുലിൻ്റെ ആത്മാവ് തനിക്കായി സൃഷ്ടിച്ച മറ്റൊരു നിഗൂഢമായ കാഴ്ചയായിരുന്നു താൻ ഇത്രയും നേരം പോരാടിക്കൊണ്ടിരുന്നത്. മനോജ് പതുക്കെ തിരിഞ്ഞ് നിർത്തിയിട്ടിരിക്കുന്ന തൻ്റെ ഹോണ്ട യൂണിക്കോണിലേക്ക് നോക്കി. വണ്ടിയുടെ ബോഡിയിലുണ്ടായിരുന്ന പോറലുകളും തകർക്കപ്പെട്ട ലൈറ്റുകളുമെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു പോറൽ പോലും ഏക്കാതെ ഷോറൂമിൽ നിന്നിറക്കിയ പുത്തൻ വണ്ടി പോലെ അത് നിലാവെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തനിക്കും രാഹുലിൻ്റെ ആത്മാവിനുമിടയിൽ നടന്ന ആ പാതിരാത്രിയിലെ ഭീകരമായ പോരാട്ടത്തിന് സാക്ഷിയായി ഈ ഭൂമിയിൽ ഒരേ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ജീവനും പ്രണയവും കാത്തുരക്ഷിച്ച അവൻ്റെ വിശ്വസ്തനായ ആ ഹോണ്ട യൂണിക്കോൺ ബൈക്ക് മാത്രം.